ഹലോ, സുബിയാണേ. അപ്പോൾ നമ്മുടെ കോട്ടയത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് നമ്മുടെ ആനിമൽ കിങ്ഡം 2.0 നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നേക്കാം. അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കവേ. അപ്പോൾ ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരികയാണ്. ഒരാൾക്ക് 80 രൂപയാണ് കേട്ടോ ടിക്കറ്റിന് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മളകത്ത് കയറി. ഇപ്പോൾ ആദ്യം കയറുമ്പോൾ തന്നെ പക്ഷികളുടെ ഒരു എന്നാ പറയുന്നത്, ഒരു മായാജാലം എന്ന് വേണേൽ പറയാം. പല തരത്തിൽ പല സൈസിലുള്ള നല്ല ഭംഗിയുള്ള തത്തകളും പ്രാവുകളും കോഴികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഇഗ്വാനയാണ്, റെഡ് ഇഗ്വാനയാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പമൊക്കെ കണ്ടോ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കാണാം. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു ഗ്രീൻ കളർ ഇഗ്വാനയുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലൊക്കെ ഒരു ബ്ലൂ കളറും കൂടിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. ചിലതിനകത്തൊന്നുമല്ല. ഇത് പിന്നെ കണ്ട ഒരു കുഞ്ഞ് അണ്ണാനാണ്. അത് അതിനകത്ത് കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു കുഞ്ഞ് തടി പോലത്തെ ഒരു പെട്ടിയുണ്ട്. അതിനകത്തിരുന്ന് ചോളം എന്തോ കഴിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വലിയ കൂടിനകത്ത് വേറൊരു ഇഗ്വാനനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇഷ്ടംപോലെ കോഴികൾ, പ്രാവുകൾ, പല തരത്തിലുള്ള പ്രാവുകളുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഇതുകൊണ്ട് ഇങ്ങനെ ഫുൾ ഫെദേഴ്സൊക്കെ ഉള്ള പ്രാവുകൾ, സാധാ നോർമൽ പ്രാവുകൾ, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് കാണാനുണ്ട് കേട്ടോ. അപ്പം പക്ഷികളും ഇതൊക്കെ കാണാനൊക്കെ താല്പര്യമുള്ളവർക്ക് വന്നാൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഇത് കണ്ടോ, ഒരു എലിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പക്ഷിനെ കണ്ടോ, അതിങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ്. നല്ല രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേനും അത് തല വെച്ച് തരും. എന്നിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നല്ല രസമാണ്. പിന്നെ വലിയൊരു ആമയുണ്ട് കേട്ടോ. അതെല്ലാം അപ്പുറത്തെ സൈഡിലും ഒരു വലിയ ആമയുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു ആമയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുരങ്ങനുണ്ട് കേട്ടോ. നല്ല രസമില്ല അതിനെ കാണാൻ. അതിങ്ങനെ ചാടി നടക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാനായിട്ട്. പിന്നെ ഇത് കണ്ടോ, ഏറ്റവും ചെറിയ സൈസുള്ള പൂവൻകോഴിയും പെടക്കോഴിയും കൂടിയാണ്. അതിനെ ഒരു കൂട്ടിലിട്ടേക്കുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ മക്കാവോ ഉണ്ട്. അത് കുറച്ച് അഗ്രസീവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കയ്യിലൊക്കെ കൊത്താനൊക്കെ വരുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഇഗ്വാന, ഇതിനെ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും കേട്ടോ, അതിൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ. പിന്നെ ഈ ഒരു ഇതുണ്ട്. ഇതെന്ത് ജീവിയാണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുന്നത് കൂടുതലും പക്ഷികളുടെ വെറൈറ്റീസാണ് കേട്ടോ. കൂടുതലും ഈ ഒരു റോ ഫുൾ വരുന്നത് നോക്കുന്നുണ്ടോ, നല്ല രസമില്ല കാണാനായിട്ട്. പിന്നെ നമ്മളിത് അടുത്ത സെഷനിലോട്ട് കയറുമ്പോൾ പാമ്പുകളുടെ ഒരു വൻ ശേഖരമാണ് കേട്ടോ. ഒരെണ്ണം ഇങ്ങനെ അതിൻ്റെ കളറ് കണ്ടോ, നല്ല രസമില്ല കാണാനായിട്ട്. കമ്പലിങ്ങനെ ചുറ്റിയിരിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഒരെണ്ണം ഉണ്ട്. അനാക്കോണ്ട എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ചുരുണ്ട് കൂടി അതിനകത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ ചുമലയും വെള്ളയും കൂടെ വരയുള്ള ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ അവിടെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടെ ലൈവായിട്ട് തുറന്ന് വെച്ചിരിക്കുകയാണ് പക്ഷികളെയൊക്കെ. നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദേഹത്ത് വെച്ച് തരും അവർ. അപ്പോൾ ഇത് അങ്ങനെ അത് കുറച്ചിങ്ങനെ അഗ്രസീവാണ് കേട്ടോ. നമ്മളെ കുത്തുവും അല്ലെ, ഇങ്ങനെ അതിൻ്റെ കാലൊക്കെ കൊള്ളുമ്പോൾ എന്തോ പോലെ. അപ്പോൾ ഞാൻ ഈ ഒരു പേർഷ്യൻ പാരറ്റിനെയാണ് കേട്ടോ വെച്ചത്. അത് സമാധാന പ്രിയനായിരുന്നു കേട്ടോ. വലിയ ശല്യമൊന്നുമില്ലായിരുന്നു അതിനെക്കൊണ്ട്. അതിങ്ങനെ സൈഡിലിരിക്കും. ഇതൊക്കെയാണ്. പിന്നെ അവിടെ പാമ്പിനെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്ര ധൈര്യം എനിക്കില്ലാത്തതിനാൽ അച്ചാച്ചൻ അതിനെ എടുത്ത് തോളെ വെച്ച് കേട്ടോ. എന്നാണേലും കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. വെക്കുമ്പോൾ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നെന്നാണ് അച്ചാച്ചൻ പറഞ്ഞത്. ഞാനിതിനെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു. കാരണം മറ്റേതിനെ വെക്കുമ്പോൾ രാത്രി ഉറങ്ങാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. എനിക്ക് പാമ്പിന് പേടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് 50 രൂപയായിരുന്നു കേട്ടോ പാരറ്റിനെ വെക്കുന്നതിന്. അതിനെ വെച്ച് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വെക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകും. അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ ഈ നാനോ കാറിനകത്ത് അക്വേറിയം ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാറിൻ്റെ വിൻഡോയുടെ അടുത്ത് പോയി അവരിങ്ങനെ കൊട്ടി നോക്കും. അങ്ങനെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. പല കളറിലുള്ള മീനിനെ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ കൂട്ടിനോടെ പോയി കുറേ നേരം ഇങ്ങനെ കൊട്ടിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഇതുകൊണ്ട് ഇങ്ങനെ വരുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പല കളറിൽ നല്ല രസമുണ്ട് കേട്ടോ ഓടി കളിക്കുന്ന കാണാനായിട്ട്. എന്തായാലും അപ്പം കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക. 26-ാം തീയതി വരെയുണ്ട്. അപ്പം എന്തായാലും നമ്മൾ കൊടുക്കുന്ന പൈസ വർത്താണ്. നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല. പിന്നെ നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞ് ആനിമൽസിൻ്റെ എല്ലാം കണ്ടു കഴിഞ്ഞ് പുറകിലേക്ക് വരുമ്പോഴത്തേനും അവിടുത്തെ ഇങ്ങനെ ക്രോക്കറി ഐറ്റംസിൻ്റെ വലിയൊരു ശേഖരം തന്നെയുണ്ട് കേട്ടോ. ജയ്പൂർ പ്രിൻ്റൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ക്രോക്കറി സെറ്റാണ് കേട്ടോ. നല്ല രസം. നമുക്ക് എന്തെങ്കിലും വാങ്ങാതെ വരാൻ തോന്നത്തില്ല. അതുപോലെ നല്ല രസമാണ് കേട്ടോ. കിച്ചണൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ഡൈനിങ് ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ഗാർഡനൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. നമ്മൾ ഇനി അഥവാ നമ്മളൊന്ന് വാങ്ങിയില്ലേ പോലും ജസ്റ്റ് എല്ലാം കയറി നമ്മൾ കാണും. അത്ര നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് കേട്ടോ. അതെന്തായാലും പോകുന്നവരത് മിസ് ചെയ്യാതെ നോക്കുക. വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങി നോക്കുക. നല്ല രസമുണ്ട് കാണാനായിട്ട്. പറഞ്ഞാലും അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് തീരത്തില്ല.
അത്രയും നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ചെറിയൊരു ഫുഡ് കോർട്ട് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.